ഞാൻ ഒരു ഹിന്ദു. ജനിച്ചു വീണപ്പോൾ അമ്മൂമ്മ വിളക്ക് കൊളുത്തി വെച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. 11-ാം ദിവസം കുളിപ്പിച്ചു. ദീപം സാക്ഷിയായി 28-ന് എനിക്ക് പേരും വിളിച്ചു. പിന്നെ ദൈവം സാക്ഷിയായി ചോറൂണ്. അതേ ദൈവസന്നിധിയിൽ വെച്ച് തന്നെ എൻ്റെ നാവിൽ ആദ്യാക്ഷരം കുറിച്ചു. അക്ഷരങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ പുസ്തകങ്ങളെ ദൈവമെന്ന് വിളിക്കാൻ പറഞ്ഞു. അതിനെ പൂജിക്കാൻ പഠിപ്പിച്ചു. വിദ്യാലയങ്ങളെ ദേവാലയങ്ങളെ കാണുവാൻ പഠിപ്പിച്ചു. വിദ്യയാണ് ഏറ്റവും വലിയ ധനമെന്ന് പഠിപ്പിച്ചു. അധ്യാപകരെയും മുതിർന്നവരെയും ബഹുമാനിക്കാൻ പഠിപ്പിച്ചു. മാതാവും പിതാവും ഗുരുവും പ്രത്യക്ഷ ദൈവങ്ങളെന്ന് പറഞ്ഞു തന്നു. മുതിർന്നപ്പോൾ സ്വന്തം കർമ്മമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു തന്നു. മരണത്തിന് സാക്ഷിയായി നിന്നപ്പോൾ അവിടെയുമുണ്ട് ദീപവും മന്ത്രങ്ങളും. പിന്നീടൊരിക്കൽ ബലിക്കാക്കകൾക്ക് ചോറ് നൽകുമ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പിൻതലമുറകളെ സ്മരിക്കാൻ ഒരു ദിവസമെന്ന് പറഞ്ഞു തന്നു. ആഡംബരം ചൊല്ലി ആഘോഷിച്ച ഫ്രണ്ട്ഷിപ്പ് ഡേയും വാലന്റൈൻസ് ഡേയും ഉൾപ്പെടെ പരിഷ്കാരി കണ്ടെത്തിയ മറ്റേതൊരു വിദേശ ആഘോഷങ്ങൾക്ക് മുകളിലാണ് എൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ. ക്ഷേത്രത്തിൽ കയറിയപ്പോൾ വാൽക്കണ്ണാടി പ്രതിഷ്ഠ. എന്നെ ചൂണ്ടി നീയാണ് ദൈവമെന്ന് പറഞ്ഞു. നടക്കുന്നവർക്ക് മുന്നിൽ നന്മയുള്ള മനസ്സിലാണ് ഈശ്വരനെന്ന് ഞാൻ മനസ്സിലാക്കി. ചുറ്റുമുള്ള ഓരോ വസ്തുവിലും കുടികൊള്ളുന്നത് ഈശ്വരനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഏകദൈവമായ പരബ്രഹ്മവും 33 കോടി ദേവതകളും എന്തെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ എൻ്റെ മതത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ബന്ധനസ്ഥയല്ലെന്ന് എനിക്ക് ബോധ്യമായി. മതം ഇതുവരെ നിർബന്ധമായി ഒന്നും ചെയ്യാൻ എന്നോട് നിർദ്ദേശിച്ചില്ല, എന്നെ പേടിപ്പെടുത്തിയിട്ടുമില്ല. എൻ്റെ മാർഗം എന്നോട് തന്നെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പിഴുതെറിയാൻ എനിക്കായത് ഈ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാവാം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ രാജ്യം കാണേണ്ടി വന്നത്. ഞാൻ ഹിന്ദുവെന്ന് പറഞ്ഞതാണ് നിനക്കെന്നിലെ വർഗീയതയായി തോന്നിയതെങ്കിൽ അത് എൻ്റെ സംസ്കാരമാണ്. എൻ്റെ ആചാരങ്ങളാണ് നിനക്ക് വർഗീയതയായി തോന്നിയതെങ്കിൽ അതെൻ്റെ ഭാരതത്തിൻ്റെ സംസ്കാരങ്ങളായിരുന്നു. മഹത്തായ എൻ്റെ ഭാരത സംസ്കാരത്തെക്കുറിച്ച്, എൻ്റെ പൂർവികരെക്കുറിച്ച് എനിക്ക് എന്നും അഭിമാനം മാത്രമേ ഉള്ളൂ. വ്യാസനും വാൽമീകിയും കാളിദാസനും മഹിമനും മമ്മദനും മഹിമഭട്ടനും ഭാസനും ഭാമഹനും ചാണക്യനും സംസ്കാരം ഊട്ടി വളർത്തിയ എൻ്റെ ഭാരതം. നാരദൻ പകർന്നു നൽകിയ സംഗീതം, ധന്വന്തരിയും ചരകനും നാഗാർജുന മഹർഷിയും നൽകിയ ആയുർവേദം, പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം, ഭരദ്വാജ മഹർഷി നൽകിയ വിമാന വൈജ്ഞാനീയം, പൂജ്യം ഉൾപ്പെടെ ഗണിതശാസ്ത്രത്തിന് നൽകിയ വലിയ സംഭാവന, വേദങ്ങളിലെ ഗണിതം, കടമയാദി ഗണിതശൈലി അടക്കം അങ്ങനെ എത്രയെത്ര മഹത്തരമായ സംഭാവനകൾ ഭാരതം ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അഹം വന്ദേ മഹാഭാരതം എന്ന് തന്നെ പറയേണ്ടി വരും. ലോകം മുഴുവൻ ജൂതന്മാരെ ആക്രമിച്ചപ്പോഴും എൻ്റെ മഹത്തായ രാജ്യം മാത്രമേ അവർക്ക് ഇടം നൽകിയിട്ടുള്ളൂ. ഇന്നും എനിക്ക് കാണാം ഇസ്രായേലി ജനത നന്ദിയോടെ അത് അവരുടെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത്. അതെനിക്ക് അഭിമാനമാണ്. കാരണം അതാണ് എൻ്റെ രാജ്യത്തിൻ്റെ സംസ്കാരം. ഇസ്ലാമിന്റെ പടയോട്ടത്തിൽ പേർഷ്യയിൽ നിന്ന് ജീവനം കൊണ്ട് പലായനം ചെയ്ത് ഇവിടേക്ക് വന്ന പാഴ്സി സഹോദരന്മാരെയും ഞങ്ങളിൽ ഒരാളായി കണ്ട് ഇവിടെ ഇടം നൽകി സംരക്ഷിച്ചു. കടന്നു വന്ന എല്ലാ മതവിശ്വാസങ്ങളെയും ഞങ്ങൾ അംഗീകരിച്ചു. കാരണം എല്ലാ വിശ്വാസങ്ങളും പരമമായ ഏക സത്യത്തിൽ എത്തിച്ചേരുന്നുവെന്ന് ഞങ്ങളുടെ തിരിച്ചറിവാണ്. എനിക്കറിയാം എൻ്റെ മതം പഠിപ്പിച്ച സഹിഷ്ണുത കാരണം പലരും അത് മുതലെടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ എങ്കിലും ഞാൻ പറയും അഭിമാനത്തോടെ, ഞാനൊരു ഹിന്ദുവാണെന്ന്. എനിക്ക് ആരെയും പ്രീതിപ്പെടുത്താനില്ല. പ്രീതിപ്പെടുത്തിയും പേടിപ്പിച്ചും ഒന്നും നേടാനും ആഗ്രഹിച്ചിട്ടില്ല. മറ്റുള്ളവരെ എൻ്റെ വിശ്വാസത്തിലേക്ക് പ്രലോഭിപ്പിച്ചോ ബലമായോ കൊണ്ടുവരാൻ പോലും ശ്രമിച്ചിട്ടില്ല. കാരണം ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ ആഘോഷങ്ങളാണ് നിനക്ക് പ്രശ്നമെങ്കിൽ തല ഉയർത്തി തന്നെ പറയും, ഈ ലോകത്തിലെ എല്ലാ നല്ല ആഘോഷങ്ങളും ഇവിടെ എൻ്റെ ഈ ഭാരതത്തിലാണ്. എന്നാലും മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ ഞാൻ പങ്കുകൊള്ളുകയും ചെയ്യും. എന്തു തന്നെ സംഭവിച്ചാലും ഞങ്ങൾ ചൊല്ലുന്ന മന്ത്രം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് മാത്രമായിരിക്കും. ഞാൻ ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മം എന്നെയും രക്ഷിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനാൽ ഞാനൊരു ഹിന്ദുവായി തന്നെ തുടരുകയും ചെയ്യും.